ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൈഡ് വേയിലുള്ള സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 11,225 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,225 തന്നെയായിരുന്നു ഇന്നത്തെ ഹൈ ആയിട്ട് നിന്നതും. തുടർന്ന് 11,132 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഏഷ്യൻ പെയിൻറ്റ്സ്, HCL, ഇൻഫോസിസ്, അൾട്രാടെക് സിമെൻറ്റ്സ്, TCS ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും IT സെക്ടർ ആയിരുന്നു ഇന്നലെ ടോപ്പ് ഗെയിനറായിട്ട് നിന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ആയിരുന്നു ഇന്ന് ടോപ്പ് ലോസറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ആ ഒരു ഹൈ, അന്നത്തെ ഹൈ നോക്കുകയാണെങ്കിൽ അത് ആ പ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ സൈഡിലുള്ള സാധ്യതകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു ചെറിയ ഗെയിനോട് കൂടി എടുത്ത് ഒരു സൈഡ് വേ സെഷൻ ആയിരുന്നു പിന്നീട് മാർക്കറ്റിൽ മൊത്തത്തിൽ നിലനിന്നത്. തുടർന്ന് 11,132 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അനലിസ്റ്റുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ബിയറിഷ് റിവേഴ്സിനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ കാണുന്നതെന്നാണ്. എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ ഒരു 5 ദിവസത്തെ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടറി ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടായിട്ട് ഏകദേശം 11,050 ആ ഒരു റേഞ്ചിലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ 11,240 ആ ഒരു റേഞ്ചിലൊരു റെസിസ്റ്റൻസും എന്ന രീതിയിൽ അതിനുള്ളൊരു മാർക്കറ്റാണ് നമ്മൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷൻ നമുക്കിപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും വരും ദിവസങ്ങളൊന്ന് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ റേഞ്ചിനെ ഇപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു പക്ഷേ അടുത്ത മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, അടുത്തൊരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് വരെ. ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അനലിസ്റ്റ് എല്ലാവരും തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിവേഴ്സലുള്ള സാധ്യതകളാണ് ഇനി മാർക്കറ്റിൽ എന്ന രീതിയിലാണ് കൂടുതൽ അപ്ഡേറ്റുകളും കാണുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ടെക്നിക്കലി ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു കണ്ടത്. നാസ്ഡാക്കിൽ 98 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ ആയിരുന്നു നാസ്ഡാക്കിലുണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് വരുമ്പോൾ ഇന്നും ഒരു സൈഡ് വേ സെഷനാണ് യൂറോപ്യൻ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്നു. SGX നിഫ്റ്റി ഇപ്പം 2.5 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ വീണ്ടും നല്ല വർധനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, രൂപയുടെ മൂല്യം ഇന്നും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഡോളറിനെ അഗൈൻസ്റ്റായിട്ട് കാണിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രൂപയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഡാറ്റയൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് വരെ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്ത് നിന്ന് 24-ാം തീയതി 409 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നു. DIൻ്റെ ഭാഗത്ത് നിന്ന് 1,002 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ആയിരുന്നു ക്യാഷ് മാർക്കറ്റിൽ നിന്നുണ്ടായത്. ഇനി അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ L&T ഇൻഫോടെക്, ഏഷ്യൻ പെയിൻറ്റ്സ്, HCL, അംബുജ സിമെൻറ്റ്സ്, TCS. അപ്പോൾ ഈ HCLനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ് ട്രെൻഡിലേക്ക്. വീണ്ടും ഇന്നും ആ ഒരു ബ്രേക്കൗട്ട് നടന്ന് പിന്നീട് ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിലാണ് ഇന്നും അപ് ട്രെൻഡിൽ പോയത്. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിനെ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്കും ഇതേപോലത്തെ കുറച്ച് ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുവഴി ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഫ്യൂച്ചർ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസ് ആയിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് അതിലൊരു സ്റ്റേക്ക് എടുക്കാനുള്ളൊരു പ്ലാൻ മുമ്പോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ന്യൂസുകൾ കാണുന്നുണ്ടായിരുന്നു. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം അതൊരു ഡീൽ ഏകദേശം ക്ലോസ് ചെയ്യാനായി. അപ്പോൾ അത് സൂണായിട്ട് പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് വരും എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തത്. അതായത് ഇന്നത്തെ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ പ്രൈസ് അപ് ട്രെൻഡിൽ പോകാനായിട്ട് കാരണമായി നിന്നത്. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 കമ്പനികളുടെ ഭാഗത്തുനിന്നും, റിലയൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെയായിട്ടൊരു കൺഫേംഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫേംഡ് ന്യൂസ് കിട്ടുന്നത് വരെ നിങ്ങളൊന്ന് ഈ ഒരു ന്യൂസിനെ അത്ര ട്രാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ഈ 2 കമ്പനികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഏകദേശം 1.13% സ്റ്റേക്ക് മാർക്കറ്റിലേക്ക് വിറ്റു എന്ന രീതിയിൽ ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 74.2 ലക്ഷം ഷെയർസ്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഏകദേശം 70,000 വീൽസിൻ്റെ ഒരു ഓർഡർ യൂറോപ്യൻ കാരവൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയെന്ന് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡറിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ 4.29 lakh euros ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് കുറേ ഓർഡറുകൾ വിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു വർഷം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഏർണിംഗ്സ് റിലീസ് വന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്രേൻ്റെ റിലീസിൽ
ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഗ്രോത്താണ് ഈ ഒരു Q1 കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല റവന്യൂവിൽ നോക്കുകയാണെങ്കിലും 5.23% ഗ്രോത്താണ് അവർ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അവർ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഇപ്പോൾ ഒരു Q1 റിസൾട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നാണ് അവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ICICI ബാങ്കിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 19.9% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 36.3% വർധനവുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇനി ഗ്രോസ് NPL നെറ്റ് NPL നോക്കുമ്പോൾ അതിലൊരു കുറവ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് പ്രധാന കാരണമായിട്ട് നിലനിന്നത് ICICI ലോംബാർഡിലും ഒക്കെയുള്ള സ്റ്റേക്കുകൾ അവർ വിറ്റത് വഴിയായിട്ടുള്ള ഗെയിനാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് കാരണമായതായിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഡെപ്പോസിറ്റിൽ 21% വർധനവും അതുപോലെ തന്നെ അഡ്വാൻസസിൽ 6.5% വർധനവും ഉണ്ടായതായിട്ട് അവർ പറയുന്നു. അതുപോലെ തന്നെ ഈ മൊറട്ടോറിയം അവൈൽ ചെയ്ത കസ്റ്റമേഴ്സിനെ നോക്കുമ്പോൾ മാർച്ചിൽ 30% കസ്റ്റമേഴ്സ് മൊറട്ടോറിയത്തിലായിരുന്നു. അതിപ്പം ഈ ഒരു ജൂൺ ക്വാർട്ടർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 17.5% കുറഞ്ഞു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർ ICICI സെക്യൂരിറ്റീസിൻ്റെ ഏകദേശം ICICI സെക്യൂരിറ്റീസിലുള്ള 4% സ്റ്റേക്ക് അവർ മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസായിരുന്നു ഇന്ന് ICICI സെക്യൂരിറ്റീസിൻ്റെ സ്റ്റോക്കും ഡൗൺ ആകാൻ കാരണമായി നിന്നത്. ഇനി അടുത്തായിട്ട് എസ്കോർട്സിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 25.4% ഡൗണും നെറ്റ് പ്രോഫിറ്റിൽ 5.4% വർധനവും ഉണ്ടായതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ സെക്ടറിലും ഒരു റവന്യൂവിൽ ഡൗൺ വന്നതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് Vguardൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 42% ഡൗണും നെറ്റ് പ്രോഫിറ്റിൽ 93% ഡൗണും ഉണ്ടായതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. എല്ലാ സെഗ്മെൻറ്റിലും തന്നെ 30-50% ഡൗൺ വന്നതായിട്ടും അവർ പറയുന്നു. അതുമാത്രമല്ല ഈ ഒരു പല സ്ഥലങ്ങളിലും ഇപ്പോൾ വരുന്ന ലോക്ക്ഡൗൺ, അപ്പോൾ അതൊക്കെ വീണ്ടും ഇവരുടെ ഒരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിനെ ബിസിനസ്സിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി മാരിക്കോൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 11.1% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 23.7% വർധനവും ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ബിസിനസ് റവന്യൂവിൽ നോക്കുമ്പോൾ 15% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഗ്രോത്താണ് ഉണ്ടായതെന്നാണ് അവർ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഹാവൽസ് ഇന്ത്യയുടെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 45.5% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 64.1% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും റവന്യൂവിൽ ഒരു ഡീഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായതായിട്ട് അവർ പറയുന്നത്. ഇനി കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ Q1 റിസൾട്ട്സിൽ വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 18% വർധനവും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 9% ഡിക്ലൈനും ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ഇനി NPAയിലേക്ക് നോക്കുമ്പോൾ ഗ്രോസ് NPAയിൽ നെറ്റ് NPAയിലും ഒരു വർധനവാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ലക്ഷണമായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. എന്നിരുന്നാലും സേവിങ്സ് ഡെപ്പോസിറ്റിലൊക്കെ 34% വർധനവ് ഉണ്ടായതായിട്ട് അവർ പറയുന്നു. ഇനി അംബുജ സിമൻസിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 27% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 10% വർധനവ് ഉണ്ടായതായിട്ടും പറയുന്നു. ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് പ്രധാന കാരണമായിട്ട് നിന്നത് അതർ ഇൻകത്തിലുള്ള വർധനവാണ് കൂടുതലും നെറ്റ് പ്രോഫിറ്റിന് ഈ ഒരു എക്സ്പാൻഷന് കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ സിമൻസിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 48% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 76% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി ആർത്തി ട്രക്സിൻ്റെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 34% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 3 മടങ്ങിലധികം വർധനവും ഉണ്ടായതായിട്ടും അവർ പറയുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഒരു നല്ല ഗുഡ് ന്യൂസ് ആയിരുന്നു ഇന്നത്തെ നല്ലൊരു റാലിക്ക് കാരണമായി നിന്നത്. അടുത്തായിട്ട് സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ 766 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ 15% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും സബ്സ്ക്രിപ്ഷൻ റവന്യൂവിൽ നോക്കുമ്പോൾ 31% വർധന ഉണ്ടായതായിട്ടും അവർ പറയുന്നു. ITCൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 26% ഡിക്ലൈനാണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരുന്നതായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും FMCG അതുപോലെ തന്നെ അഗ്രി ബിസിനസ് നോക്കുമ്പോൾ അതിൽ റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ മെയിൻ ബിസിനസ് നോക്കുമ്പോൾ സിഗരറ്റിലും അതുപോലെ തന്നെ ഹോട്ടൽ റവന്യൂവിലും ഒക്കെ നല്ല രീതിയിൽ ഡിക്ലൈൻ വന്നതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സിഗരറ്റിൻ്റെ സെയിൽസ് വോളിയം നോക്കുകയാണെങ്കിൽ 40% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും അവർ പറയുന്നു. പ്രധാനമായിട്ട് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെയാണ് പ്രധാന കാരണമായിട്ട് നിലനിന്നത്. ഇനി JSW സ്റ്റീലിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ 561 കോടിയുടെ ലോസാണ് അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും റൂറൽ ഏരിയയിലൊക്കെ ഇപ്പോൾ വീണ്ടും തിരിച്ചുവരവ് ഉണ്ടാകുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദാനി പവറിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട ന്യൂസായിരുന്നു അവർ മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവർക്ക് ആ ഒരു ഡീലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കിട്ടിയെന്നാണ് അവർ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇനി എസ്കോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് ജിൻവാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ആ കമ്പനിയിൽ റെഡ്യൂസ് ചെയ്തു. 6.97% നിന്ന് 6.82% കുറച്ചു എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല കരൂർ വൈസ്യ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുമുണ്ട്. 4.2% നിന്ന് 4.5% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നും കാണിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്പെൻസർ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ഒരു റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് ഏകദേശം 80 കോടി റേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനായിട്ട് മുമ്പോട്ട് വരുന്നു. 75 രൂപ പെർ ഷെയർ ആണ് അവർ റൈറ്റ് ഇഷ്യൂ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അലോട്ട്മെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 2:15, അതായത് 15 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്യുന്നത് ജൂലൈ 29 അതായത് ജൂലൈ 29 തീയതി നിങ്ങൾ ഡി പിയിൽ 15 ഷെയർ നിങ്ങളുടെ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 2 ഷെയർ എന്ന രീതിയിൽ റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 4-നും അതുപോലെ തന്നെ ഓഗസ്റ്റ് 18-ന് റൈറ്റ് ഇഷ്യൂവിൻ്റെ വിൻഡോ ക്ലോസ് ആവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.